ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്തു നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവഭക്തി എന്നുള്ളതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. ആദാമിനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി വാഴുവാനായിട്ട് അവരെ നിയുക്തരാക്കി. എന്നാൽ അനുസരണക്കേട് നിമിത്തം ആ ടാസ്ക് അനുഷ്ഠിക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടവനായി പിശാചിൻ്റെ സ്വരൂപം തൻ്റെയും തൻ്റെ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യർ ഇല്ലാത്തൊരു ലോകത്തിലേക്ക് ഭൂമി അധപതിച്ചു പോയി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പുതിയൊരു ജനറേഷൻ ക്രിസ്തുവിൽ കൂടെ പണിതുയർത്തുവാനായിട്ടാണ് ദൈവത്തിന് തിരുമനസ്സായത്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ശ്രമത്തിൻ്റെ നന്മ അനുഭവിക്കുന്നവരാണ് നാം. കർത്താവ് നമ്മെ വീണ്ടെടുത്തു, തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നു, തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം തൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിമയായി എങ്ങനെ ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ ജീവിക്കണമെന്നുള്ള സത്യത്തെ നമുക്ക് പകർത്തി തന്നു. അത് നമുക്ക് രേഖയാക്കി ദൈവം തന്നു. ഇനി നാം ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ കണ്ടു. അതാണ് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചിട്ടുള്ള ഇഷ്ടം. എന്നാൽ അതിൻ്റെ പിന്നിലൊരു പർപ്പസ് തനിക്കുണ്ട്. ആ ആദാമിനോട് ദൈവം പറഞ്ഞ വാഴുക എന്ന വാക്കിൻ്റെ പൂർത്തീകരണം ഇനി നമ്മിൽ നടക്കാനായിട്ട് ദൈവം വച്ചിരിക്കുകയാണ്. അതാണ് ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മളുടെ ആത്യന്തികമായിരിക്കുന്ന പ്രത്യാശ. അത് കേവലം സ്വർഗത്തോളം പോകുന്നതല്ല, അതിനപ്പുറത്തേക്കുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള യോഗ്യത നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ നേടിയെടുക്കണം. വിശ്വാസത്താലെ നമ്മൾ അതിനുള്ള യോഗ്യത നേടിയവരാണ്. മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് അത് നമ്മൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മെ തന്നെ അനുരൂപരാക്കി തീർക്കുവാൻ നമുക്കുള്ള അവസരമാണ് ഈ ഭൂമിയിലുള്ള ജീവിതം. അതിനെയാണ് വിശുദ്ധ ബൈബിൾ വിശുദ്ധീകരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതീകരണം നമ്മൾക്ക് വിശ്വാസത്താൽ കർത്താവ് സൗജന്യമായി തരുന്നു. എന്നാൽ വിശുദ്ധീകരണം അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് രക്ഷയ്ക്കായി പ്രവർത്തിപ്പിനെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തേജസ്കരണം അത് തീർച്ചയായിട്ടും കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. പക്ഷേ ആ തേജസ്സിൻ്റെ ഘനം നമ്മൾ നേടുന്ന വിശുദ്ധീകരണത്തിന് ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നൽകുന്ന ഈ വലിയ പ്രവൃത്തിയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട് ശ്രമിക്കാം. കാരണം ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായിരിക്കണം നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. നമ്മളെ വാസ്തവത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശയാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന് ആനുപാതികമായിരിക്കുന്ന ഒരു പ്രത്യാശ നമ്മെ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. അപ്പോൾ ആ അളവിൽ നമുക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കർത്താവായ യേശു ക്രിസ്തുവാണ് രാജാധിരാജാവും കർത്താവുമായിട്ട് പിതാവിനാലെ തിരഞ്ഞെടുക്കപ്പെട്ട് നിയുക്തനാക്കിയിരിക്കുന്നവൻ. റെവലേഷൻസ് 19:16, വെളിപ്പാട് ഗ്രന്ഥം 19:16 നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്ന ഒരു നാമമാണ് രാജാധിരാജാവും കർത്താവും. അതായത് ആ പദത്തിൽ തന്നെ വളരെ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ചില അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. താൻ രാജാധിരാജാവാണെങ്കിൽ തൻ്റെ കീഴിൽ കുറേ രാജാക്കന്മാർ ഉണ്ടാകണം. ദൈവമാണ് താനെങ്കിൽ തൻ്റെ കീഴിൽ കുറേ ദേവന്മാരും ഉണ്ടായിരിക്കണം. സത്യമല്ലേ? അങ്ങനെയാണെങ്കിലാണ് താൻ രാജാധിരാജാവും കർത്താവും ആയിത്തീരുന്നത്. അപ്പോൾ കർത്തൃത്വത്തിന് വേണ്ടി, രാജാക്കന്മാരായി വാഴാൻ വേണ്ടി ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഞാനത് പറയുമ്പോൾ നമ്മൾ ദേവന്മാർ, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ടുള്ളവരെ
ദേവന്മാരെന്ന് വിളിച്ചിട്ടുണ്ട് ബൈബിൾ. നമ്മൾ ഇനിയുള്ള ലോകത്തെ ഭരിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വെച്ചിരിക്കുന്നവരാ. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമാണ് അതിന് തക്ക ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. We will not compromise on cheap things if we know what we are or who we are. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ആരാണെന്ന് ശരിയായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നീക്കുപോക്കിന് ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. അതെനിക്ക് ചേരുകയില്ല. അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 1:16 നമുക്ക് വായിക്കാം. കൊലോസ്യർ 1:16. അതെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവനായിട്ടാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വചനമായിരിക്കുന്ന പുത്രനെ കൊണ്ട് പിതാവായിരിക്കുന്ന ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തെയും ഭരിക്കുവാനുള്ളവൻ, അതിൻ്റെ മേലെ ആധിപത്യമുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷേ ആ അധികാരം അവൻ നേടിയെടുക്കണമായിരുന്നു. അതായിരുന്നു ദൈവത്തിൻ്റെ കാര്യപരിപാടി. അതെങ്ങനെ താൻ നേടിയെടുക്കണം? കഷ്ടം സഹിച്ചിട്ട് മഹത്വത്തിലേക്ക് കടക്കണം. കഷ്ടം സഹിച്ചിട്ട് മഹത്വത്തിലേക്ക് കടക്കണം. അതായിരുന്നു ദൈവം വെച്ചിരുന്ന ഡിമാൻഡ്, പിതാവ് വെച്ചിരുന്ന ഡിമാൻഡ്. അത് കർത്താവ് പൂർണ്ണമായിട്ട് നിവൃത്തിയാക്കി. അങ്ങനെ അവനിന്ന് മഹത്വധാരിയാണ്. അതുകൊണ്ടാണ് അവനിന്ന് കർത്താവും ദൈവാദി ദൈവവും അതുപോലെ സകലത്തിൻ്റെയും മേലെ അധികാരിയായിട്ട് നമ്മുടെ കർത്താവ് കാണപ്പെടുന്നത്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവാദി ദൈവം, ഈ എല്ലാ ടെർമിനോളജീസും നമ്മുടെ കർത്താവിന് അപ്ലിക്കബിളായി തീരുന്നതിൻ്റെ കാര്യം അവൻ കഷ്ടത്തിൽ കൂടെ മഹത്വത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതിനുള്ള ബന്ധത്തിൽ മറ്റു ചില വാക്യങ്ങളും കൂടെ നമുക്ക് വായിക്കേണ്ടി വരും. അത് ഞാൻ വായിക്കാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് അധികാരി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും എന്ന് പറഞ്ഞാൽ ഇനി വരുവാനുള്ള വേൾഡ് ഓർഡർ, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്, വരുവാനുള്ള ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഭരിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് 11:15. അതെ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ഭാവിയിൽ നടക്കാനായിട്ടിരിക്കുന്ന ഒരു ഈവൻ്റാണത്. തക്ക സമയത്ത് ദൈവം ഈ ഭൂമിയെ ന്യായം വിധിച്ച് 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് രാജത്വം, ലോകരാജത്വം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചെന്ന് എത്തുകയും അവൻ വാഴുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളത്. റെവലേഷൻ 12:10 നമുക്കൊന്ന് വായിക്കാം. 12:10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കർത്താതി കർത്താവ്, രാജാതി രാജാവും എന്നവൻ്റെ തുടമേൽ പേരെഴുതിയിട്ടുണ്ട്. മാത്രമല്ല അവൻ സകലത്തിൻ്റെയും മീതെ വാഴുവാനുള്ളവനാണ്.
അവൻ മുഖാന്തരവും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് അവനെ കൂടാതെ ഉണ്ടായതല്ല, അവൻ മുഖാന്തരവും അവന് വേണ്ടിയുമാണ്. ആ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിന് നൽകപ്പെടുവാനിരിക്കുകയാണ് എന്ന് വെളിപ്പാട് ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, അവൻ്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു എന്നവിടെ നമുക്ക് എഴുതി തരികയാണ്. എന്ന് വെച്ചാൽ കർത്താവ് ഈ ആധിപത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ആധിപത്യത്തിൻ്റെ കീഴിൽ, രാജാവിൻ്റെ കീഴിൽ, കർത്താവിൻ്റെ കീഴിൽ അവൻ്റെ രാജാക്കന്മാരായി, അവൻ്റെ പുരോഹിതന്മാരായി അവനെ സേവിക്കുവാനുള്ളവരാണ് നാം ഓരോരുത്തരും. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ കേവലം സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നവരല്ല, മറിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ തലമേൽ വരുവാൻ പോവുകയാണ്. അതിനുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ വെച്ച് ദൈവം ചെയ്യുന്നത്. എബ്രായർ ലേഖനം 2:5 നമുക്കൊന്ന് വായിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ എബ്രായർ 2:5. അതെ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ശ്രദ്ധിക്കുക, ഇന്നത്തെ ലോകം ദൂതന്മാർക്ക് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആദാമിനെ ദൈവം ഭരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു, പക്ഷേ അതവൻ നഷ്ടപ്പെടുത്തി. അതിനുശേഷമുണ്ടായിരുന്ന ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും നടന്നത് ദൂതന്മാരുടെ കൈകളിൽ ആയിരുന്നു. നമ്മൾ മോശ ന്യായപ്രമാണം പ്രാപിച്ചതിനെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ നടന്നിരുന്നത് ദൂതന്മാർ മുഖാന്തരമായിരുന്നു. അബ്രഹാമിന് 3 ദൂതന്മാർ പ്രത്യക്ഷരായി, ലോത്തിന് 2 ദൂതന്മാർ പ്രത്യക്ഷരായി, യബ്ബോക്ക് കടവിൽ യാക്കോബിനെ ദൂതന്മാർ പിടിച്ചു. പഴയ നിയമത്തിലുടനീളം ദൂതന്മാരാണ് ഭരണം കാഴ്ചവെക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസറിനെ ന്യായം വിധിക്കുന്നത് ദൂതന്മാരാണ്. ദൂതന്മാരുടെ കൈകളിലേക്ക് ആ ലോകം എത്തപ്പെട്ടു. അതിന് കാരണം വാഴുവാനുണ്ടാക്കിയ മനുഷ്യൻ അവിടെ വീണുപോയി. എന്നാൽ ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്, വരുവാനുള്ള ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. സ്തോത്രം. അത് കീഴ്പ്പെടുത്തിയത് മനുഷ്യരുടെ കൈകളിലേക്കാണ്. അത് ദൂതന്മാരിൽ നിന്ന് മനുഷ്യരുടെ കൈകളിലേക്ക് ദൈവം നൽകുകയാണ്. ആരുടെ കീഴിൽ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കീഴിൽ. അവൻ രാജാധിരാജാവും കർത്താവുമായിട്ട് വാഴുമ്പോൾ അവൻ്റെ കൈക്കീഴിൽ അവൻ്റെ മക്കൾ അവനോട് ചേർന്ന് ഭാവി ലോകത്തെ വാഴാൻ പോവുകയാണ്. ആ രീതിയിലാണ് ദൈവം നമ്മെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് വളരെ ഗൗരവമായിട്ട് നാം എടുക്കേണ്ട ഒരു കാര്യമാണ്. വി ആർ പ്രിപ്പയറിങ് അവർ സെൽഫ്. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുവാനുള്ള വലിയ ടാസ്കിന് വേണ്ടിയിട്ട്. നമ്മളിവിടെ സമയം മെനക്കെടുത്താനായിട്ടുള്ളവരല്ല. വരുവാനുള്ള ലോകത്തിന് വേണ്ടി നമ്മെ തന്നെ തയ്യാറെടുപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബാക്കി ഞാൻ എടുത്ത് വായിക്കുന്നില്ല. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ വിധിക്കുക എന്ന് പറഞ്ഞവരെ കുറ്റം ചുമത്തുക എന്നുള്ള ആശയമല്ല. പിന്നെയോ അവരുടെ ഡേ ടു ഡേ അഫയേഴ്സ് നിയന്ത്രിക്കുന്നത് ഈ മനുഷ്യരായിരിക്കും. രാജാവിൻ്റെ കീഴിൽ, കർത്താവിൻ്റെ കീഴിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ലോകത്തെ ഭരിക്കുന്നത് നമ്മളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും, അല്ലേ? അതൊരു വലിയ സംഭവമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും നമ്മൾ വിചാരിക്കരുത് സഭ എന്നുള്ളതോടുകൂടെ എല്ലാം തീരുമെന്ന്. ഇല്ല. അങ്ങനെ തീരുന്ന കാര്യമൊന്നുമല്ല. കാരണം ദൈവം നിത്യനാണ്. നിത്യനായ ദൈവം നിത്യമായാണ് ഭരിക്കുന്നത്, അല്ലേ? അവൻ്റെ രാജത്വത്തിനും അതിൻ്റെ ആധിപത്യത്തിനും അവസാനമില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു,
നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലുള്ള വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് ആധിപത്യത്തിനും അവൻ്റെ രാജ്യത്വത്തിനും അവസാനമുണ്ടാകുകയില്ല. അത് വർദ്ധിച്ചു വരുമെന്നാണ് വിശുദ്ധ ബൈബിൾ നൽകുന്ന തെളിവ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വരുവാനുള്ള ലോകം എത്ര വലിയതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് ഗ്രന്ഥം എടുത്ത് വായിച്ച് പഠിച്ചപ്പോൾ ദൂതന്മാരുടെ ആരാധനയെക്കുറിച്ച് വായിക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, ദൈവത്തെ അവർ ആരാധിക്കുന്ന രംഗം. അപ്പോൾ അവരുടെ സംഖ്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പദം വളരെ ശ്രദ്ധേയമായി തോന്നി എനിക്ക്. 1000 1000 10,000 ഞാനപ്പോൾ അത് ഒന്ന് എണ്ണം ഇട്ട് നിന്ന് ഒന്ന് കണക്ക് കൂട്ടി. അപ്പോൾ 1 സില്യനാണ് അതിൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ പാട്ടിലൊക്കെ പാടാറുണ്ടത് 1 കോടിയാണ്. മനസ്സിലായല്ലോ? കോടി. ഇപ്പോൾ കോടാക്കോടി എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പാടുന്നുണ്ട്. എന്താണ് ഈ കോടാക്കോടി എന്നൊന്നും നമുക്ക് വലിയ ബോധ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇപ്പോഴുള്ള ലോകത്തിലെ പോപ്പുലേഷൻ എത്ര ഉണ്ടെന്നറിയാമോ? എല്ലാ മനുഷ്യരെയും തട്ടിക്കൂട്ടി നിർത്തിയാൽ 700-നും 800-നും ഇടയിൽ കോടി, അത്രയാണ്. 700 അല്ലെങ്കിൽ അതിൻ്റെ 800-ന് ഇടയിലുള്ള അത്രയും കോടി ജനസംഖ്യയുള്ളൂ. 700. ഇനി ഒരു 10 ഇരട്ടിയും കൂടെ കൂട്ടിയാൽ 7000. ഒരു 10ഉം കൂടെ കൂട്ടിയാൽ 100 ഇരട്ടി കൂട്ടിയാൽ 70,000. 1000 ഇരട്ടി കൂട്ടിയാൽ 7 ലക്ഷം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു 10,000 ഏഞ്ചൽസിനെങ്കിലും നിർത്താൻ ഇപ്പോൾ കർത്താവ് റെഡിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്? ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു 10,000 ദൂതന്മാരെ നിർത്താൻ കർത്താവ് റെഡിയാണ്. അത്രമാത്രം ദൂതന്മാർ സ്വർഗത്തിൽ കർത്താവിൻ്റെ സേവകന്മാരായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ എല്ലാ കാലത്തുള്ളവരെയൊക്കെ തട്ടിക്കൂട്ടിയാൽ ഇതിൻ്റെ അടുത്തെങ്ങും എത്തില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഇപ്പോഴുള്ള 700 കോടിയിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ വിശ്വാസികളെന്ന് പറയാൻ ഉള്ളൂ. ബഹുഭൂരിപക്ഷവും ദൈവത്തെ അറിയാത്തവരാണ്. ഈ 700 കോടി ഇന്ന് കാണുന്ന പോപ്പുലേഷൻ ഇതിനു മുമ്പുണ്ടായിരുന്ന എൻറ്റയർ പോപ്പുലേഷൻ എടുത്തു വെച്ചാൽ അത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂടിയ ഒരു 1400, ഇനി ഒരു 1500 കോടി എന്ന് പറഞ്ഞാൽ അതാണ് ഈ ലോകം കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് വെച്ചാലുള്ളത്. അതിൽ വിശ്വാസികളുടെ എണ്ണം തുച്ഛമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ദൈവത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. തൻ്റെ ദൂതന്മാർ മാത്രം 1 കോടിയാണ്. മനുഷ്യരെ കൊണ്ട് ഈ ലോകം മുഴുവൻ നിറയ്ക്കാനാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനുഷ്യർക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആധിപത്യത്തിനും വർധനയ്ക്കും ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ രാജ്യത്തെ നിയന്ത്രിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നാം ഓരോരുത്തരും. അതാണ് നമ്മളുടെ പ്രിവിലേജ്, അതാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര വിശുദ്ധിയോടുകൂടെ ഭക്തിയോടുകൂടെ നമ്മുടെ ജീവനം കഴിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രത്യാശ എങ്കിൽ, ഇനി നമുക്ക് വരുവാനുള്ള മഹാപ്രത്യാശ ഇതാണെങ്കിൽ, എൻ്റെ കർത്താവിനോടുകൂടെ, അവൻ രാജാതിരാജാവും കർത്താവുമായി സകല ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും മൂർത്തിയായിട്ട് സിംഹാസനസ്ഥനായിട്ടിരിക്കുമ്പോൾ അവനിൽ നിന്ന് ആജ്ഞ പ്രാപിച്ച് അവൻ്റെ രാജ്യത്തിൻ്റെ സേവകനായിട്ട്, അവൻ്റെ രാജാവായിട്ട്, പുരോഹിതനായിട്ട് വാഴുവാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം തയ്യാറെടുപ്പുള്ളവനായിരിക്കണം. എന്നാൽ ദുഃഖകരമായ സത്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പോലും നല്ലൊരു പങ്കിനും അറിയില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം വൃഥ ചെലവഴിക്കുക. ഇതിൽ നിന്ന് വലിയൊരു മാറ്റം ദൈവജനത്തിന് ഉണ്ടാകണം. നമ്മുടെ ലക്ഷ്യം ശരിയാണെങ്കിൽ, നമ്മുടെ കണ്ണ് ശരിയാണെങ്കിൽ, നമ്മുടെ ഓട്ടവും ശരിയായിരിക്കും. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. റെവലേഷൻ 21-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഈ ഭാഗം നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരുന്നു. ഭൂമിയിൽ പിന്നെ സമുദ്രം ഇല്ല. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ സമുദ്രമില്ല. ആ ഭൂമി ഈ ഭൂമിയുടെ വലിപ്പം തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം സമുദ്രം എടുത്ത് മാറ്റി ഇനി ഈ ഭൂമിക്ക് എന്ത് മാറ്റമാണോ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വരുന്ന പട്ടണം യെരുശലേം എന്ന ഈ നഗരം, അതിൻ്റെ വലിപ്പം തന്നെ 1200 മൈൽസോ മറ്റുമാണ്. അതിൻ്റെ വീതി, നീളം, ഉയരം അത്രയും ഭയങ്കരമാണ് ആ സംഭവം. നമ്മളുടെ ബുദ്ധിക്കൊന്നും നിരക്കാത്തത്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, അത് ക്യാപിറ്റലാണ്. അത് കേവലം തലസ്ഥാനമാണ്. അവിടേക്ക് രാജാക്കന്മാർ തങ്ങളുടെ മഹത്വവുമായി വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് മനുഷ്യർ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? മനുഷ്യർ അവിടേക്ക് കടന്നു വരും. പക്ഷേ നമ്മൾ അതിനകത്ത് ആയിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ കിട്ടുന്നുണ്ടോ? നമ്മൾ ആ നഗരത്തിനകത്തായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ്, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനം അതിലുണ്ട്. നിർമ്മലമായിരിക്കുന്ന ജീവജലത്തിൻ്റെ നദി അവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. ആ നഗരത്തിൽ നമ്മൾ അവനോട് കൂടെ വസിക്കുകയാണ്. എന്നാൽ മനുഷ്യർ പുറത്ത് ഉണ്ടായിരിക്കും. അതിനൊരിക്കലും അവസാനം വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ കാര്യപരിപാടികളൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം അവൻ നിത്യനാണ്. നിത്യനായ ദൈവം നിത്യമായ പദ്ധതികൾ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പങ്കാളികളാണ് നാം ഓരോരുത്തരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പദം, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്താണ്? സ്വർഗവും ഭൂമിയും ആരിൽ ഒന്നായി ചേർക്കണം? ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അപ്പൊ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. സ്വർഗവും ഭൂമിയും രണ്ടായിരിക്കുകയില്ല, പിന്നെയോ ഒന്നായിത്തീരും. ആരിൽ? ക്രിസ്തുവിൽ. അതാണ് ഈ സംഭവിക്കുന്നത്. സ്വർഗം തന്നെ ഇറങ്ങി ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ കൂടാരം. ആ ഭൂമിയായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ. ആ നഗരത്തിലായിരിക്കും നമ്മളുടെ വാസം. അവിടെ നിന്നാണ് ആജ്ഞകൾ എല്ലായിടത്തേക്കും ചെല്ലുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം ഈ ഭരിക്കുവാനുള്ള വലിയ കൂട്ടത്തെ ഉണ്ടാക്കാൻ തിരഞ്ഞെടുത്ത ഈ ഭൂമി എന്ന് പറയുന്നത് അവൻ്റെ വിളനിലം പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പാടം പോലെയാണ്, അല്ലേ? ഇവിടെയാണല്ലോ മനുഷ്യരെ ജനിപ്പിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യർക്ക് വേണ്ടി വീണ്ടെടുപ്പ് നടന്നതും മനുഷ്യരെ ജനിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി എന്തുമാത്രമുണ്ട്? ഒരു പൊട്ട് പോലെന്ന് പറയാനായിട്ടില്ല ശരിക്കും, അല്ലേ? ഞാനപ്പോൾ പണ്ട് കാലത്ത് ഞാൻ കൃഷി ചെയ്യാൻ പോകുന്ന സ്വഭാവം, ഞങ്ങൾ കൃഷിക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ പാകുവാനുള്ള, നെൽപ്പാടത്ത് പാകുവാനായിട്ടുള്ള ഈ നെല്ലിനെ പാകുന്ന ചെറിയ കണ്ടങ്ങളിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ കണ്ടമായിരിക്കും അത്. അതിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഈ ഞാറാണ് വലിയ പാടത്തിൽ കൊണ്ടുപോയി നമ്മൾ നടുന്നത്. അത് പഴയ കാലത്ത് അതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ ഒരു കൊച്ചു ഭൂമിയിലാണ് ഈ ലോകം മുഴുവൻ നടാനായിട്ടുള്ള ഞാറിനെ ദൈവം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി അത്രമാത്രം ബൃഹത്താണ്, വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം അവൻ്റെ കൂടാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവിടെയുള്ള മനുഷ്യർക്കൊക്കെയും സമാധാനവും സന്തോഷവും പകരുന്ന, ആശ്വാസം നൽകുന്നവനായി ദൈവം അവരുടെ മധ്യേ ഇരിക്കും. എത്രയോ മനോഹരമാണതെന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവം ഒരിക്കലും ഇനി അകലെയല്ല. അവനെ കാണണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് കടന്നു ചെല്ലാം. അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവിടെ രാത്രി ഇല്ല. പിന്നെയോ അതിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ആർക്കും ദൈവത്തെ പോയി കാണാനായിട്ട് പറ്റുന്ന മനോഹരമായിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ അതിൻ്റെ മധ്യേ
ദൈവത്തിൻ്റെ സേവകന്മാരായി അവൻ്റെ രാജ്യത്തിൻ്റെ രാജ്യത്തെ നടത്തുന്നവരായി ദൈവം നമ്മളെ ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെളിപ്പാട് 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. മതി. യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി മരണം ഉണ്ടാവുകയില്ല. എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം അതാണ്, ഇനി മരണം ഉണ്ടാകുകയില്ല. അതെന്തുകൊണ്ട് എത്രമാത്രം എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, മരണം കാണുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. ഈവൺ ഒരു കൊച്ച് എന്തെങ്കിലും ഒരു മൃഗമാണെങ്കിൽ പോലും അത് ചത്തുപോകുന്നത് കാണുന്നതാണ് ഏറ്റവും വിഷമം. പലപ്പോഴും ഞാൻ ഈ പഴയ നിയമം വായിക്കുമ്പോൾ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന് പകരമായി അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മൃഗങ്ങൾ അറുക്കപ്പെടുന്നു എന്ന വാക്ക്. അത് അറുക്കപ്പെടുന്നതിന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മൃഗങ്ങളെ അറുത്ത് കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതിൻ്റെ വേദന, അതിൻ്റെ പിടച്ചിൽ, ഇതൊക്കെ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. അത് വലിയ പ്രയാസമാണ്. ഈ എണ്ണമറ്റ മൃഗങ്ങളെ ഇങ്ങനെ കൊല്ലുക. ആർക്ക് വേണ്ടിയാണ് കൊല്ലുന്നത്? മനുഷ്യർക്ക് വേണ്ടി. ഇന്നും ഈ മൃഗങ്ങളും ഈ ജീവികളൊക്കെ ചാകുന്നത് കാണുമ്പോൾ വലിയ വിഷമം എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഇതായിരിക്കുന്നത്. എന്താ? ഇനി മരണം ഉണ്ടാവുകയില്ല. അതുപോലെ ഇവിടെ പറയാം, ഇനി ശാപം ഉണ്ടാവുകയില്ല. ശാപം ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നെ എന്താണ്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. എന്നിട്ടുള്ള വാക്ക്, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അഥവാ സേവിക്കും. അവനെ സേവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ ആജ്ഞകൾ പ്രാപിച്ച് അവൻ പറഞ്ഞത് നിറവേറ്റും. അതായിരിക്കും നമുക്ക് നിത്യതയിൽ ചെയ്യാനുള്ള വലിയ കാര്യം. അടുത്ത വാക്യം വായിക്കാം. റെവലേഷൻസ് 1:6. നമ്മെ സ്നേഹിക്കുന്നവൻ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ ഒഴിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ആരെക്കുറിച്ചാണിത് പറയുന്നത് നമുക്കറിയാം. നമ്മെ സ്നേഹിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പാപം പോക്കിയവൻ, തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവൻ. രാജ്യം എന്നുള്ള വാക്ക് രാജാക്കന്മാർ എന്ന് തർജ്ജമ ചെയ്യാവുന്ന വാക്കാണ്. നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. റെവലേഷൻസ് 5:10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നത് പുതിയ പാട്ട് അവർ പാടുന്നു. അതെ, ഭൂമിയിൽ അവർ വാഴുന്നു എന്ന പുതിയ പാട്ട്. എന്തിനാണ് ഇവരെ തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം വാഴാൻ വേണ്ടിയിട്ടാണ്. ആദാമിനോട് ദൈവം പറഞ്ഞു, നീ വാഴണം. എന്നാൽ ഇവിടെ ഇതാ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ വാഴണം. സർവ്വലോകത്തിൻ്റെ അധിപനായിരിക്കുന്ന ദൈവം ആ വാഴ്ച നടത്താൻ പോകുന്നത് ഈ എളിയവരായിരിക്കുന്ന നമ്മിൽ കൂടെയാണ്. അത് നമ്മൾക്കറിയാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. റെവലേഷൻസ് 17:14. വെളിപ്പാട് 17:14. കർത്താവിൻ്റെ എതിരാളികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നവർ കുഞ്ഞാടിനോട് പോരാടും. പക്ഷേ രാജാധിരാജാവും കർത്താവുമായിരിക്കുന്നവൻ തൻ്റെ വിളിക്കപ്പെട്ടവരോട് ചേർന്ന് അവനെ തോൽപ്പിക്കും, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കും. നമുക്ക് നൽകിയിട്ടുള്ള ടാസ്ക് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കുക? പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ട് വേണം നമുക്ക് അവനെ തോൽപ്പിക്കുവാൻ. കാരണം പാപം എന്നുള്ളത് പിശാചിൻ്റെ ആയുധമാണ്. നമ്മളുടെ മേൽ അത് ഒരു കറ പോലും വരുത്താൻ ഇടവരാതെ വണ്ണം, ഒരു പോറൽ പോലും ഏൽക്കാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ അവൻ്റെ ആയുധം തത്വത്തിൽ നിർവീര്യമായി തീരുകയാണ്. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവഭക്തന്മാരായിട്ട് തീരുമ്പോൾ ഈ കാര്യമാണ് നിറവേറ്റപ്പെടുന്നത്. ദൈവഭക്തൻ ഒരിക്കലും പാപത്തിന് തൻ്റെ മേൽ സ്വാധീനം ചെലുത്തുവാൻ അനുവദിക്കുകയില്ല. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം
ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നടത്താൻ പാടില്ല. നാം കൃപയ്ക്കടിയിലാണ് ജീവിക്കുന്നത്, ന്യായപ്രമാണത്തിന് കീഴിലല്ല. പാപത്തിന് നമ്മുടെ മേൽ ഇനി കർത്തൃത്വമില്ല. ഭക്തനായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപത്തോട് പറ്റില്ല എന്ന് പറയാനുള്ള ശക്തി ദൈവം നൽകും. നമ്മളുടെ ശരിയായ ലക്ഷ്യം കറക്റ്റായിട്ട് നാം സെറ്റ് ചെയ്ത് നമ്മുടെ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് അവനോടുള്ള ബന്ധം കൃത്യമായിട്ട് നാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, പ്രിയമുള്ളവരെ, ഞാൻ പറയാം, പാപത്തിന് നമ്മുടെ മേൽ ഒരു സ്വാധീനവും പിന്നെ ഉണ്ടാവുകയില്ല. പാപത്തെ ജയിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ദൈവഭക്തന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവം ആദാമിൽ ആരംഭിച്ച പ്രവൃത്തിയെ ആരംഭിച്ചു. നമ്മെ അതിനെ തിരഞ്ഞെടുത്തു. ഇനി നമ്മളുടെ ദൗത്യം എന്താണ്? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആ സ്വരൂപത്തെ നമ്മുടെ മേൽ വരച്ചു കാണിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി വിശുദ്ധീകരണം പ്രാപിച്ച് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയുള്ളൂ. അത് സത്യമാണ്. നമ്മൾ എബ്രായ ലേഖനം 12:14 ഒന്ന് വായിക്കാൻ മോനെ. എബ്രായർ 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതുകൊണ്ട് പറയുകയാണ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുമുഖം കാണണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മളിൽ വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. കർത്താവ് പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. എൻ്റെ ഹൃദയമാകുന്ന അൾത്താരയിൽ അല്ലെങ്കിൽ എൻ്റെ യാഗപീഠത്തിൽ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ ഉയരുവാൻ തക്കവണ്ണം ഈ പീഠം വിശുദ്ധമല്ലെങ്കിൽ ആ ആരാധനയിൽ ദൈവത്തിന് ഒരു പ്രസാദവും ഇല്ല. നിങ്ങൾ പഴയ നിയമം എടുത്ത് പഠിച്ചോ? യാഗപീഠത്തെ ശുദ്ധീകരിക്കണം യാഗം കഴിക്കുന്നതിന് മുമ്പ്. അതിൽ എല്ലാ അഴുക്കുകളും കളയണമെന്ന് മാത്രമല്ല, അതിൽ അഭിഷേക തൈലം തളിക്കണം. ആത്മാവിൻ്റെ അനുഭവം, നിറവ് അതിന് ഉണ്ടായിരിക്കണം. അങ്ങനെ വൃത്തിയാക്കിയ യാഗപീഠത്തിലാണ് യാഗമർപ്പിക്കേണ്ടത്. നമ്മളുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ നിന്ന് ദൈവത്തിന് സ്തുതിസ്തോത്രമാകുന്ന ആരാധന ഉയരുമ്പോൾ ഇത് ഏറ്റവും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ദൈവം കേൾക്കുകയില്ല, അത് സ്വീകരിക്കുകയും ഇല്ല. ദുഷ്ടന്റെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വെറുപ്പ്, അബോമിനേഷനാണ് കർത്താവിനത്. ദൈവത്തിന് ആരാധനയുടെ ഒരു കുറവും ഉള്ളവനല്ല. എല്ലാ മനുഷ്യരും കൂടെ ഒച്ച വെച്ചാലും 714 കോടിയേ മറ്റുള്ളൂ. അവിടെ 1 സില്യൺ എന്ന് പറഞ്ഞ കോടി ദൂതന്മാർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ആശയം മനസ്സിലായില്ല? ദൈവത്തിന് സ്തുതികളുടെ പോരായ്മ എന്നുള്ളവൻ അങ്ങനെയല്ല. നമ്മൾ കൂടുതൽ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൂടാനോ നമ്മൾ സ്തുതിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കുറയുവാനോ പോകുകയില്ല. അവൻ നിത്യനായി മഹത്വമുള്ള ദൈവം ആണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ നമ്മളുടെ ആരാധന ദൈവസന്നിധിയിൽ ചെല്ലണമെങ്കിൽ നമ്മളുടെ യാഗപീഠം അഥവാ ഹൃദയം വിശുദ്ധം ആയിരിക്കണം. ഇത് വിശുദ്ധമല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കരുത് ദൈവത്തെ നമുക്ക് കാണാമെന്ന്. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായോ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പാപത്തിൻ്റെതായ ഏതെങ്കിലും സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിനെ മാറ്റിക്കൊള്ളുക. അത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കട്ടെ. അവൻ മാത്രമായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലെ ആരാധനാ വിഷയം. അവൻ മാത്രമായിരിക്കട്ടെ നമ്മുടെ സന്തോഷം. അവനിലായിരിക്കട്ടെ നമ്മളുടെ എല്ലാം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തന്നെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി.
അവർക്ക് വേണ്ടി, തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. എൻ്റെ ദൈവജനമേ, ഞാനൊരു കാര്യം പറയാം. ഭക്തനായിട്ട് ജീവിച്ചാലല്ലാതെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അനുഗ്രഹങ്ങളെ നമുക്ക് വേണ്ട പോലെ അനുഭവിപ്പാൻ സാധ്യമല്ല. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം അവൻ പരിശുദ്ധനാണ്. അവൻ്റെ അരികിൽ അശുദ്ധിയോടുകൂടെ ചെല്ലാൻ നമുക്ക് പറ്റില്ല. കർത്താവ് അത് ഗൗനിക്കില്ല. അതിൻ്റെ ആവശ്യം ദൈവത്തിനില്ല. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയമാകുന്ന ആ യാഗപീഠത്തിൽ ഒരു തരം അശുദ്ധികളുമില്ല എന്ന്. നമ്മുടെ ചിന്തകളിലോ, നമ്മുടെ വാക്കുകളിലോ, നമ്മുടെ പ്രവൃത്തികളിലോ, നമ്മൾ കാണുന്നതിലോ കേൾക്കുന്നതിലൂടെയോ ഒരു തരത്തിലുള്ള അശുദ്ധിയും വരുന്നില്ല എന്ന് നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾക്കുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയും സ്തോത്രവും ആരാധനയുമാണ് ദൈവം സ്വീകരിക്കുന്നത്. കെ വി സൈമൺ സാറിൻ്റെ ഒരു പാട്ടുണ്ട് അല്ലേ, എന്നുള്ളമാകും മഹാ ദൈവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്ക് നിത്യവും സ്തുതി അല്ലേ, പരമേശ എന്ന് അവിടെ ദൈവത്തിന് സ്തുതിക്കുന്നതായിട്ട് നമുക്ക്. ആ ഭക്തൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. തൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്നാണ് ദൈവത്തിന് സ്തുതികൾ ഉയരേണ്ടത്. പക്ഷേ ആ ദേവാലയം അത് മാലിന്യമില്ലാത്ത ദേവാലയമായിരിക്കണം. അതിൽ മറ്റൊന്നും കടന്നു വരാൻ പാടില്ല. അത്രമാത്രം നമ്മെ നിർമ്മലരായിട്ട് നാം സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആരാധന ദൈവം സ്വീകരിക്കും. ഇതിൻ്റെ രണ്ടാമത്തെ വശം ഈ വാക്കിൻ്റെ, ഇനി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കടന്നുപോയാൽ ഇനി ആദ്യമായിട്ട് നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? ഇനി കർത്താവിനെ കാണാൻ പോകുന്നത്. നീതിയിൽ ഞാൻ നിൻ്റെ ആനനം കാണും, നിൻ മുഖം കണ്ട് ഞാൻ തൃപ്തനാകും അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന കർത്താവിനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്ന കർത്താവിനെയാണെങ്കിൽ വിശുദ്ധീകരണം എവിടെ വെച്ച് നടക്കണം? അത് ഇവിടെ വെച്ച് നടക്കണം. ഞാൻ പറയാം, മരണക്കിടക്ക എന്ന് പറഞ്ഞൊരു ഗേറ്റുണ്ട്. അങ്ങനെ ഞാൻ ഗേറ്റ് എന്ന് വിളിക്കാം. ആ ഗേറ്റ് കടന്നു വേണം നമ്മളെല്ലാവരും മരണമെന്ന സത്യത്തിലേക്ക് കടക്കാൻ. പക്ഷെ ആ ഗേറ്റ് കടക്കണമെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശുദ്ധീകരണം പൂർത്തിയാകണം. കാരണം വിശുദ്ധീകരണം കൂടാതെ, അല്ലെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഞാനത് പറയുന്നത് ഇത്തിരി ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. ഭയപ്പെടേണ്ട കാര്യമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ സ്വരൂപം നമ്മിൽ വെളിപ്പെടുവോളം, തൻ്റെ പുത്രൻ്റെ സാദൃശ്യവും സ്വരൂപവും നമ്മിൽ വെളിപ്പെടുവോളം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ നമ്മെ അനുവദിക്കില്ല. അതിന് കാരണം ദൈവം ലോകത്തോടു കൂടെ നാം ന്യായം വിധിക്കാതെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ബാലശിക്ഷ കഴിക്കും എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് അതൊക്കെ തീരും. കാരണം ലോകത്തോടു കൂടെ ഒരു ന്യായവിധി നമുക്കിനി ഇല്ല. നമ്മളെല്ലാ വാക്യങ്ങളും ചേർത്ത് വായിക്കണം, അപ്പോഴാണ് ഇത് മനസ്സിലാകുക. ഇവിടെ വെച്ച് തന്നെ ദൈവം തൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ നടത്തിയിരിക്കും. കാരണം നമുക്കിനി മറ്റൊരു വേദി അതിനു വേണ്ടി ഇല്ല. ഭൂമിയിൽ വെച്ച് ദൈവം അത് ചെയ്യും. അത് സംഭവിച്ച് തീരുവോളം മരണക്കിടക്ക അത് ദുഃഖത്തിൻ്റെ ഒരു കിടക്കയായിട്ട് നമുക്ക് തീരും. പക്ഷേ അവിടെ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്നുള്ളതല്ല എന്നെ ശരിക്കും അലസോരപ്പെടുത്തുന്ന വസ്തുത. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധീകരണം ഞാൻ മുമ്പേ പ്രാപിച്ചിരുന്നെങ്കിൽ എനിക്ക് അവനിഷ്ടമുള്ള പോലെ, അവന് പ്രസാദം വരുന്ന രീതിയിൽ സേവിക്കാമായിരുന്നു എന്ന നഷ്ടത്തിൻ്റെ ദുഃഖം കിടക്കയിലുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? എൻ്റെ ദൈവത്തെ ഞാൻ വിശുദ്ധിയോടെ സേവിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു എന്നുള്ള വലിയ കുറ്റബോധം, വലിയ നഷ്ടബോധം നമ്മെ ആ സമയത്ത് ഭരിക്കും. കാരണം നമ്മൾ കർത്താവിനോട് അനുഗ്രഹമായി തീരുമ്പോൾ എനിക്ക് കർത്താവിനോട് വലിയ സ്നേഹം ഉണ്ടാകും. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കർത്താവിനെ നിർമ്മലമായിട്ട് ആരാധിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരിക്കും. ആ രീതിയിലുള്ള സ്നേഹം എന്നിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ഇതിന് പകരം കൊടുക്കും? പക്ഷേ മരണക്കിടക്കയിൽ കിടക്കുന്നവന് ഒന്നും കൊടുക്കാൻ ഇല്ല.
എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ട് ജീവിക്കുക. അതെന്താ? എങ്കിൽ എൻ്റെ പൊന്നു യജമാനന് എന്നെ ഒരു പാത്രം പോലെ ഉപയോഗിക്കാൻ പറ്റും. എന്നെ അവൻ്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. എന്നിൽ കൂടെ അവൻ്റെ കാര്യപരിപാടികൾ നടത്താൻ പറ്റും. എന്നാൽ ഞാൻ വിശുദ്ധിയില്ലാതെ ജീവിച്ചാൽ എൻ്റെ കർത്താവിനെ എന്നെ ഉപയോഗിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറയുന്നത് യൗവനമോഹങ്ങളെ വിട്ട് ഓടണം. എന്തിനാണ്? ഇവയൊക്കെ വിട്ടകന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നവൻ യജമാനന് യോഗ്യമായ പാത്രമായിരിക്കും. നമ്മുടെ യജമാനൻ അഴുക്കുള്ള പാത്രത്തിൽ നിന്ന് ഒരിക്കലും കുടിക്കില്ല. അഴുക്കില്ലാത്ത പാത്രത്തിൽ നിന്ന് മാത്രമേ അവൻ കുടിക്കൂ. അതുകൊണ്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കണം. എല്ലാ യൗവനമോഹങ്ങളെയും വിട്ടോടണം. ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ടോടണം. അങ്ങനെ ദൈവത്തിൻ്റെ ഭക്തനായിട്ട് ഞാൻ തീരുമ്പോൾ എൻ്റെ കർത്താവിന് എന്നെ എടുത്ത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. പിന്നെ നമ്മളുടെ മിനിസ്ട്രി സക്സസ്ഫുൾ ആകണമെങ്കിൽ ആദ്യമേ നമ്മളെ തന്നെ ഫിക്സ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എന്ത് ശുശ്രൂഷയും വിജയകരമായി തീരണമെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. കാരണം വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മരണക്കിടക്കയിൽ വെച്ച് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടബോധം വലിയതായിരിക്കും. കാരണം എൻ്റെ കർത്താവിനൊന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഇല്ലല്ലോ. അങ്ങനെ ഒരു ദുഃഖമുണ്ടാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. ഇനിയുള്ള കാലം എൻ്റെ കർത്താവിന് വേണ്ടി. അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, അല്ലേ? സുപ്രസാദ കാലത്ത് ഞാൻ വിളിച്ചപേക്ഷിക്കും, അല്ലേ? ഞാൻ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ, കൃപ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു. ഇപ്പോൾ ഈ കാലം ശരിക്കും എടുത്ത് ഉപയോഗിക്കുക. നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കാൻ, അവൻ്റെ ഭക്തന്മാരായിട്ട് ജീവിക്കുവാൻ തീരുമാനിക്കുക. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. 1 കൊരിന്ത്യർ 11:31 ഇങ്ങനെ ആൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 11:31. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നെങ്കിലും നാം ലോകത്തോടുകൂടി ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടത് കർത്താവ് നമ്മെ ശിക്ഷ കഴിക്കുകയാകും. മനസ്സിലായല്ലോ? ഞാനത് മുമ്പേ പറഞ്ഞതാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആരാൽ വിധിക്കപ്പെടുകയില്ല? നമ്മുടെ പിതാവിനാൽ വിധിക്കപ്പെടുകയില്ല. നാം നമ്മെ തന്നെ വിധിച്ചില്ലെങ്കിൽ ദൈവം നമ്മെ വിധിക്കും. അപ്പോഴാണ് നമുക്ക് ബാലശിക്ഷകൾ ലഭിക്കുന്നത്. ബാലശിക്ഷകൾ എവിടം വരെ പോകാമെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇത് നിമിത്തം നിങ്ങളിൽ ചിലർ ബലഹീനരാണ്, രോഗികളാണ്, പലരും നിദ്രയും കൊള്ളുന്നു. മനസ്സിലായല്ലോ? നിദ്ര കൊള്ളുന്നത് വരെ ആ ബാലശിക്ഷയിൽ ഉൾപ്പെടാം. രോഗമുണ്ടാകാം, പലതരത്തിലുള്ളതായ ബലഹീനതകൾ സംഭവിക്കാം. അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഫിലിപ്പ് ലേഖനം 2:5-11 വരെയുള്ള ഭാഗം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 2:5-11. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സർവനാമത്തിൽ മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈ ഭാഗം ഞാൻ വായിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവ് സകലത്തിനും അവകാശിയാണ്. താൻ മുഖാന്തരം സകലം സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം അവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് താൻ പ്രാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതാണ് നാം ഇവിടെ വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിക്കുക ആ പദം, അനുസരണം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്ന?
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അനുസരണമാണ് ഉയർച്ചയ്ക്ക് കാരണം. കർത്താവ് ഈ ഭൂമിയിൽ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് സകല നാമത്തിനും മേലായ നാമം തനിക്ക് നൽകി. അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാൽ മടങ്ങും. യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി വരും. ഇതൊക്കെ നേടിയത് എങ്ങനെയാണ്? അനുസരണത്തിലൂടെ. ഇത് നമ്മൾ പഠിക്കേണ്ട പാഠം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ ജീവിതമാണ്. പക്ഷേ ആ മഹത്വം നമ്മൾക്ക് ലഭിക്കുന്നത് അനുസരണത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അനുസരണക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള സമയമാണിപ്പോൾ. അതിനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം ഇന്നത്തെ ചിന്ത. ഫിലിപ്പിയർ 2:14-16 വരെ. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ നന്നായി ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശംസ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം, നമ്മളിൽ പലരും സഭയിൽ വിശ്വാസികളെ ബലപ്പെടുത്തുവാൻ എഴുന്നേൽക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ നിന്ന് പ്രശംസ കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന് തക്കവണ്ണം വിശ്വാസികൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുമ്പോഴാണ്. അത് അധ്വാനിക്കുന്നവരുടെ ഉത്തരവാദിത്തം. എന്നാൽ അതിന് കീഴെയുള്ളവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ആരാണ് യഥാർത്ഥ സ്റ്റാർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബൈബിൾ പറയുകയാണ്, ജീവന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് നടക്കുന്നവനാണ് യഥാർത്ഥ സ്റ്റാർ. ലോകത്തിൽ അനേക സ്റ്റാർസ് ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിലുള്ള സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അവനെ മാനിക്കുന്ന അവൻ്റെ ഭക്തനാണ് അവൻ്റെ സ്റ്റാർ. അവന് മഹത്വം ഉണ്ടാകും. ദൈവം നമ്മെ ഈ ചിന്തകളാൽ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.